ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 പേജ് നമ്പർ 20 ഫിഗർ ഇറ്റ് ഔട്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം 9ഉമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി ലാക്സ് മേക്ക് എ ബില്യൺ? എത്ര ലാക്സ് ആണ് ഒരു മില്യൺ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബില്യനെ നമ്മൾ 1 ലാക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഇല്ലേ? അപ്പോൾ 1 ലാക്ക് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1 ലാക്ക് എന്ന് പറയുന്നത് ഇതാണ്. 1 എഴുതിയിട്ട് 5 zeros ഇടുന്നതാണ് 1 ലാക്ക്. 1 ബില്യൺ, 1 ബില്യൺ എന്ന് പറയുന്നത് 1 എഴുതി, 3 0, അടുത്ത 3 0, അടുത്ത 3 0. ഇതാണ് ബില്യൺ എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 0 0 0 0 0 0 0 0 0 ഡിവൈഡഡ് ബൈ 1 ലാക്ക്. ഇവിടെ നമുക്ക് ഇതിൻ്റെ 5 zeros ഇതിൻ്റെ 5 zeros നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എന്ത് കിട്ടി? ഇസ് ഈക്വൽ ടു 1 0 0 0 0, അതായത് 10,000 എന്ന് കിട്ടി. അപ്പോൾ 10,000 ലാക്സ് ആണ് ഒരു ബില്യൺ ഉണ്ടാക്കുന്നത്. അപ്പം എന്തെഴുതാം? ദസ് 10,000 ലാക്സ് മേക്ക് എ മില്യൺ. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? 1 ബില്യനെ 1 ലാക്കും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് നമ്പർ കിട്ടുന്നോ അത്രയും ലാക്സ് ആണ് ഒരു മില്യൺ അല്ല, ബില്യൺ ആണ് കേട്ടോ. ബില്യൺ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യു ആർ ഗിവൺ 2 sets ഓഫ് കാർഡ്സ് numbered from 1 to 9. Place a number card in each box below to get the largest possible sum and smallest possible difference of the two resulting numbers. അപ്പോൾ ഈ നമ്പർ കാർഡിനകത്ത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആണുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ ബോക്സിനകത്തും ഈ നമ്പർ കാർഡ് പ്ലേസ് ചെയ്തിട്ട് ലാർജസ്റ്റ് പോസിബിൾ സമ്മും സ്മോളസ്റ്റ് പോസിബിൾ ഡിഫറൻസും നമുക്ക് കിട്ടണം. അതായത് ഈ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ലാർജസ്റ്റ് പോസിബിൾ സമ്മായിരിക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് പോസിബിൾ ഡിഫറൻസും ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായി മുകളിൽ എത്ര ഡിജിറ്റാണ്? 1 2 3 4 5 6 7. ഇത് 7 ഡിജിറ്റ് നമ്പറാണ്. ഇത് 7 ഡിജിറ്റ് നമ്പർ. താഴത്തത് 5 ഡിജിറ്റ് നമ്പറും. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് പോസിബിൾ സം കിട്ടണം. ഏറ്റവും നമുക്ക് മാക്സിമം കിട്ടാവുന്ന ലാർജസ്റ്റ് സം കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന 7 ഡിജിറ്റും നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 തൊട്ട് 9 വരെയുള്ളതാണ്. അപ്പം നമുക്ക് ലാർജസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ എടുക്കാം ഇല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 9 8 7 6 5 4 3. അടുത്തത് ഇത് എങ്ങനെ എടുക്കാം? 9 8 7 ഇത് 7 6 5. ഇങ്ങനെ എടുക്കാം. നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് എടുക്കാമോ ഇല്ലയോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5 + 3 8, 6 + 4 10, 5 + 1 6, 6 + 7 13, 6 + 1 7, 7 + 8 15, 9 + 1 10, 10 + 7 17, 8 + 1 9 9. നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 99,75,308 എന്ന് കിട്ടി. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 99,75,308. അതായത് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്പേഴ്സ് കൊണ്ടുള്ള സമ്മാണ്. അത് ചെയ്തപ്പോൾ കിട്ടിയതാണ് 99,75,308 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് നമ്മൾ എ ആണ് കണ്ടുപിടിച്ചത്. ഇനി ബി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിബിൾ ഡിഫറൻസ്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിഫറൻസ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിക്കണം.
ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം അല്ലേ? 1 2 3 4 5 6 7. ആദ്യത്തേത് 7 ഡിജിറ്റ് ആണ്, അടുത്തത് 5 ഡിജിറ്റ് ആണ്. അപ്പോൾ 5 ഡിജിറ്റ് എഴുതുമ്പോൾ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നു. 9 8 7 6 5. 5 ഡിജിറ്റ് ആണ് വേണ്ടത് കേട്ടോ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 7 മൈനസ് 5 2, 6 മൈനസ് 6 0. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ 3 ആകുന്നു, ഇവിടെ 15. 15 മൈനസ് 7 ഈസ് 8. അടുത്ത് ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 2 ആകുന്നു, ഇവിടെ 13. അപ്പോൾ ഇവിടെ 13 മൈനസ് 8 ഈസ് 5. ഇവിടെ 1, ഇവിടെ 12. അപ്പോൾ ഇവിടെ 3 1 1. നമുക്ക് ഡിഫറൻസ് എന്ത് കിട്ടി? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 11,35,802 എന്ന് കിട്ടി. ഇങ്ങനെ എടുത്താലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ 8ഉം 9ഉം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.